സുഹൃത്തുക്കളെ, 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിന്. അതിന് എതിരായിട്ട് ഒരു മുസങ്കി ഒരു വീഡിയോ ഇറക്കി. അതിലവൻ പറയണത് ഞാൻ തീവ്രവാദിയാണ്. നമ്മളെല്ലാം തീവ്രവാദിയായാൽ എന്താ ചെയ്യൽ? അതുപോലെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ താന്നൂരുള്ള നാസർ എന്ന് പറഞ്ഞ സഹോദരനെതിരെ ഇവൻ വീഡിയോ ചെയ്തിന്. ഇവൻ്റെ പരിപാടി BJPക്കെതിരെ ആരെന്ത് പറയുന്നോ അവരെ തീവ്രവാദിയാക്കിയാണ്ട് വീഡിയോ ചെയ്യല അവൻ്റെ പരിപാടി. അന്നേരം ഇവനല്ലേ തീവ്രവാദി? എനിക്കെതിരെ പറഞ്ഞ വീഡിയോൻ്റെ കുറച്ച് ഭാഗം കേട്ടോ. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? അല്ല, ഒന്നാന്തരം ഒരു സുഡാപ്പിയ. നമ്മുടെ ഭരണാധികാരികൾക്കെതിരെയാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. ഡൽഹിയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ എന്ന ഈ സുഡാപ്പിയൊക്കെ വിളിച്ചു പറയുന്നത്. ഇത്തരത്തിൽ ഇത്രത്തോളം നിലവിളിക്കാനുള്ള കാരണം ബീഹാറിൽ ഇവരുടെ രാഹുൽ ഗാന്ധി വിജയിച്ചില്ല. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് 8 നിലയിൽ പരാജയപ്പെട്ടത്, 8 നിലയിൽ പൊട്ടി പാളീസായത് എന്നൊക്കെ ബോധമുള്ള ഈ രാജ്യത്തെ സകല മനുഷ്യരും തിരിച്ചറിഞ്ഞു. ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞു. സുഡാപ്പികൾ ഇപ്പോഴും നിലവിളി നിർത്തിയില്ല. വലിയ രീതിയിൽ നമ്മുടെ ഭരണാധികാരികളൊക്കെയാണ് ഡൽഹിയിലെ പ്രശ്നം പോലും എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. ഞാനിവിടെ കൊടുക്കാം. ഇത്തരം ആളുകളെയൊക്കെ ആസാം മുഖ്യമന്ത്രിക്ക് എടുത്ത് ഉള്ളിലിടുന്നുണ്ട്. ഇവിടെ കേരളത്തിലുണ്ടല്ലോ ഒരു മുഖ്യമന്ത്രി സംവിധാനങ്ങളൊക്കെ. ഇതുപോലെയൊക്കെ വിളിച്ചു പറയുന്ന സുഡാപ്പികളെയൊക്കെ എടുത്ത് ഉള്ളിലിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സമാധാനം ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധി ഭീകരവാദത്തിന് കൂട്ടുപിടിക്കാൻ നീയൊക്കെ കാല് കൈകി തൊടേണ്ടി വരും രാഹുൽ ഗാന്ധിനെ. അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തശ്ശിയും ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹാന്മാരാണ്. അങ്ങനത്തെ അവരുടെ മകനെക്കുറിച്ചാണ് നീ ഇങ്ങനെ പറയണത്. ഇതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും. ബാക്കി രാജ്യത്തൊരു ഭീകരാക്രമണം നടന്നിട്ട് പോലും അത് ഭരണകൂടാണെന്ന് വിളിച്ചു പറയുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടോ? അവരൊക്കെ ജയിലിലല്ലേ തുടരേണ്ടത്? 2014 മുമ്പ് മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി എണ്ണിയാലൊടുങ്ങാത്തത്രയും കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഭീകരാക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരര് വന്നിട്ട് ഭീകരാക്രമണം നടത്തി അവര് സുഖകരമായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. പ്രതികളെ പിടിക്കാത്ത ഒരുപാട് ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തില് രാജ്യം ഭരിച്ച സമയത്തുണ്ടായിരുന്നു. നമ്മളുടെ അന്ന് ആരെങ്കിലും ഇത് കോൺഗ്രസ് ചെയ്തതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയൂല. ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം പാകിസ്ഥാനിലെ ഭീകരവാദികളാണ്, ജിഹാദികളാണ്, ജിഹാദിസം മൂത്ത് തലക്ക് പിടിച്ച് വരുന്ന ഭീകരരാണ് എന്ന് അന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അന്ന് പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രിയാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്സ് പറയാ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ രാഷ്ട്രീയം സംസാരിക്കാം, ഒരു തർക്കമില്ലാത്ത വിഷയ. എതിരഭിപ്രായങ്ങളൊക്കെ തന്നെ വരണം. പക്ഷെ ഉറപ്പില്ലാത്ത ഇത്തരം ആളുകൾ രംഗത്ത് വരുന്നത് ആരെ പിന്തുണയ്ക്കാനാണ്? ഇത്തരം ആളുകളാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധി ഒരു രാജ്യത്ത് എന്തെങ്കിലും വിജയത്തിലേക്ക് എത്തും? ഒരിക്കലുമില്ല. ബോധമുള്ള ഈ രാജ്യത്തെ ഒരു പൗരനോ ഇനി കോൺഗ്രസ് സംവിധാനങ്ങളിലേക്ക് എത്തൂല. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഇത്തരം ആളുകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിക്കും. ഇത്തരം ആളുകളാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത്. ഇവൻ പറയണത് മുംബൈ ഭീകരാക്രമണം നടത്തിയിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഇവൻ്റെ മായത്തെ സംഘികളും പ്രതിപക്ഷവും എല്ലാവരും അന്ന് പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ഇവനുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതിന് ഫലമായിട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ച്. അതാണ് യഥാർത്ഥ മനുഷ്യന്മാർ ചെയ്യേണ്ടത്. ഇത് സ്ഫോടനം നടത്തിയാൽ ഈ ആഭ്യന്തര വീഴ്ച എന്ന് പറയണവരെ തീവ്രവാദിയും ഭീകരവാദിയും ആക്കലല്ല. പ്രതിഷേധിക്കുന്നവരെ നിങ്ങൾക്ക് തീവ്രവാദി, സമരം ചെയ്യുന്നത് തീവ്രവാദം. കോൺഗ്രസ് ഭരിക്കുമ്പോൾ എത്രയോ സമരങ്ങൾ ഇവിടെ നടന്നിന്. അന്നൊന്നും തീവ്രവാദം ഭീകരവാദവും പറഞ്ഞിട്ടില്ല. അതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞാൽ. ആ മര്യാദ ഇവർക്ക് അറിയില്ല. ഇവർ എന്ന് പറഞ്ഞാൽ ചാണകം തിന്ന് വളരുന്ന ആൾക്കാരാണ്. ഈ ചാണകം തിന്നുന്ന ആൾക്കാരെ വന്ന് ഇവനിക്ക് പച്ച തീട്ടം പോലെ പൈസ കിട്ടിയിട്ടാണ് ഇവന് ഓരോരുത്തരെ ഭീകരവാദികളാക്കണം. ഭരണാധികാരികൾ തെറ്റ് ചെയ്യുമ്പം അതിനെ വിമർശിക്കൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അനുവദനീയമാണ്. അതിനെതിരെ പ്രതികരിച്ചാൽ അവൻ തീവ്രവാദിയാക്കലാണല്ലേ? അവനല്ലേ തീവ്രവാദി? നമ്മൾ ഈ ഇന്ത്യ ജനിച്ച്
വളർന്ന ആളാണ്. നമ്മൾ ഇന്നേ വരെ ഒരു രാജ്യത്തേക്കോ വേറൊരു സ്ഥലത്ത് പോയിട്ടില്ല. നമുക്കൊരു പാസ്പോർട്ട് പോലില്ല. പിന്നെ നമ്മളെ പേരിൽ നമ്മളെ നാട്ടിലൊക്കെ വന്നാലറിയാം, നമ്മളെ ഗോപേട്ടനോടും ബിജേട്ടനോടും ചോദിച്ചാൽ നമ്മളിപ്പോൾ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവന് നമ്മളെപ്പോലത്തെ ഒരു തീവ്രവാദിയാക്കിയാൽ ഇവൻ്റെ ചാനലിൽ ആൾക്കാർ ഇങ്ങനെ കണ്ടാൽ നല്ല പൈസ കിട്ടും. അതിനാണ് ഇവൻ നമ്മളെ തീവ്രവാദിയാക്കണത്. നമ്മൾ തീവ്രവാദിയാക്കാൻ നമ്മളെന്ത് വീഡിയോ പറഞ്ഞതിന്? നമ്മൾ പറഞ്ഞത് ഓരോ ഇലക്ഷൻ വരുമ്പോഴും രാജ്യത്തിൻ്റെ പല ഭാഗത്തും സ്ഫോടനങ്ങൾ വരുന്നു. അത് എന്തുകൊണ്ടാണെന്നൊരു പിടുത്തം കിട്ടണില്ല. തീവ്രവാദികൾ ആരായാലും അവരെ തൂക്കിക്കൊല്ലണം, അതിനൊരു വിട്ടുവീഴ്ചയില്ല. ഈ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിക്കണോ അവരെ ജയിലിലിടണം. നമ്മളെ രാജ്യത്തിനോട് കൂടുതലൊരു നിന്നാൽ മതി. ഇവിടെ അതിനോടൊരു യോജിപ്പും നമുക്കില്ല. നമ്മളെ രാജ്യമാണ് വലുത്. നമ്മുടെ മതം തന്നെ പറയണത് നമ്മൾ ഏത് രാജ്യത്താണോ താമസിക്കണേ ആ രാജ്യത്തിനെതിരെ മക്കാർ യുദ്ധത്തിന് വന്നാലും നമ്മൾ യുദ്ധം ചെയ്യണമെന്നാണ്. മക്കാർക്കെതിരെ യുദ്ധം ചെയ്യണം. അതിന് ഉദാഹരണമല്ലേ നമ്മൾ ബ്രിട്ടീഷുകാരായിട്ട് പടപൊരുതിയത് ആര്? നമ്മുടെ വെളിയങ്കോട് ഉമർഖാദിയും മമ്പറന്തങ്ങളും നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ കാണുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഭൂരിഭാഗം പേര് മുസ്ലിങ്ങളല്ലേ? അത് ഈമാൻ്റെ ഭാഗമാണ് രാജ്യസ്നേഹം എന്നുള്ളത്. അന്നേരം അവർ നമ്മളെ പൂർവികർ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാണ്. ആ പൂർവികരെ പേരക്കുട്ടികളാണ് ഞങ്ങളും. പിന്നെ ഞങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പോൾ ഞങ്ങൾ തീവ്രവാദിയാന്ന് പറഞ്ഞവരോട് 10-15 വെല്ലിപ്പാരൊക്കെ അപ്പുറം ഞങ്ങളും ഹിന്ദുക്കളാണ്ടോ? ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഞങ്ങളെ വെല്ലിപ്പാരും ഹിന്ദുക്കളാണ്. പിന്നെ കുറച്ച് നമ്മളെ വെല്ലിപ്പാർ മതം മാറി മുസ്ലിമായി തന്നെയുള്ളത്. ഞങ്ങൾ ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ച് വളർന്ന വെല്ലിപ്പാര മക്കളാണ്. കാരണം ഞങ്ങളോട് ഈ നാട് വിട്ടു പോകാൻ പറയാൻ ഞങ്ങൾ എവിടെ പോലെ? ഞങ്ങൾ ഇവിടെ തന്നെ ജീവിച്ച് മരിക്കും. അതിൽ ഒരു എരപ്പാളികളെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ നാടാണ്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന നാടാണ്. ഇവിടെ കുറച്ച് കാലമായിട്ട് ചെതലരിക്കൽ തുടങ്ങി. ഈ RSS ചാണകങ്ങൾ പെരുകിയപ്പോൾ എൻ്റെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മൾ വീഡിയോ ചെയ്തതിൽ താനി തെറി കമൻറ്റുകളാണ് വരുന്നത് ഈ ചാണകങ്ങളെ. അന്നേരം ഞാൻ മനസ്സിലാക്കണം, ഇത്രയും ചാണകങ്ങളുണ്ട് നമ്മളെ കേരളത്തിലും. കേരളവും ചെതലരിച്ച് തുടങ്ങി മക്കളെ. നമ്മുടെ ഹിന്ദുക്കളുടെ ശത്രുക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് RSS ആണ്. ഭരണകൂടത്തിനെതിരെ വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിന്. അതേപോലെ ഇപ്പോഴും സ്ഫോടനം നടക്കുമ്പോൾ ആഭ്യന്തര വീഴ്ച തന്നെ. അന്ന് ആഭ്യന്തര വീഴ്ചയും ഇന്ന് നമ്മൾ അതിനെതിരെ പ്രതികരിച്ചാൽ തീവ്രവാദം. ഇത് എവിടുത്തെ ന്യായം? ഇതൊന്നും ശരിയല്ല. അതേപോലെ പറയാനുള്ളത്, നമ്മളെ രാഹുൽ ഗാന്ധിക്കെതിരാണ് ഇപ്പോൾ എല്ലാവരും തിരിഞ്ഞിന്. ജയിക്കാനുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് നേടിയ വിജയം, തോൽക്കാനുണ്ടെങ്കിൽ നമ്മളെ രാഹുൽ ഗാന്ധി മാത്രം ഉത്തരവാദി. ഇത് എവിടുത്തെ ന്യായം? നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് സുഖമായിട്ട് പെരയിലിരുന്ന് തിന്ന മൂപ്പര് നമ്മളെ ഭരണഘടന ജനാധിപത്യം സംരക്ഷിക്കാനാണ് രാപ്പകലില്ലാതെ ഇങ്ങനെ നടക്കണത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നമ്മൾ അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളിയാൽ തോൽക്കുന്നത് രാഹുൽ ഗാന്ധി അല്ല, നമ്മളാണ്. നമ്മൾക്ക് വേണ്ടി ഇനി അവസാനത്തെ ഒരു തരാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനൊപ്പം നിന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കാതിരിക്കുക. ഇത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയണം. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് ചോൾ മതേതരത്വത്തിൽ ജീവിക്കുന്ന നാടാണ്. അവിടെ RSS ചാണകങ്ങൾ വന്നിട്ടാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അതിനെതിരെ പറയുമ്പോൾ നമ്മൾ തീവ്രവാദിയായി.
അവർ കൊല്ലും കൊലവിളിയും കലാപങ്ങളും ഇതെല്ലാം നടത്തിയാലും ഒരു പ്രശ്നമില്ല. ഈ രാജ്യത്ത് നടന്ന എല്ലാ സ്ഫോടനങ്ങളും 100% സ്ഫോടനങ്ങളും RSS ഉണ്ടാക്കിയാണ്. അതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ മലഗാവ് സ്ഫോടനം. ആ മലഗാവ് സ്ഫോടനത്തിൽ അന്നത്തെ കാലത്ത് കുറേ മുസ്ലിങ്ങളെ ജയിലിൽ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥന് അതിൻ്റെ പ്രതികളെ കണ്ടെത്തി. ഇന്നത്തെ BJP MP പ്രഗ്യാ സിംഗ് താക്കൂറാണ് അതിൻ്റെ മുഖ്യപ്രതി. അന്നേരം ഇപ്പം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധിക പേരും ക്രിമിനൽ കേസുകളെ പ്രതികളാണ്. അത് പറയുമ്പോൾ നമ്മൾ തീവ്രവാദികളായി. 2002 ശേഷം നമ്മളെ മോഡിക്ക് അമേരിക്കയിൽ പ്രവേശനം ഉണ്ടായിട്ടില്ല. ലോക ഭീകരവാദി ലിസ്റ്റുകളിൽ മോഡി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് കാണുന്നില്ല, അത് മായ്ച്ചു കളഞ്ഞു. അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ലോക ഭീകരവാദികൾ അടിച്ചാൽ നരേന്ദ്രമോദി എന്ന് വരും. ഇപ്പോൾ അതവർ മായ്ച്ചു കളഞ്ഞു. നീ പറയുന്ന അത്ര വലിയ ഭീകരവാദമൊന്നും നമ്മൾ പറയണില്ല. നമ്മളുള്ള ബീഹാർ തിരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞ് ഓരോ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രാജ്യത്തിന് പല ഭാഗത്തും സ്ഫോടനം നടക്കണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ അവർ സ്ഫോടനം നടത്തി ഇവർ സ്ഫോടനം നടത്തി മറ്റേ ഭരണാധികാരികൾ സ്ഫോടനം നടത്തിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സ്ഫോടനങ്ങൾ നടക്കണ്. അതിൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോൾ 3-4 ആൾക്കാരെ പിടിച്ചിന്. അവർ യഥാർത്ഥ പ്രതികളാണെങ്കിൽ അവർ ഒരു കാരണവശാലും വെറുതെ വിടരുത്, അവരെ തൂക്കി തന്നെ കൊല്ലണം. അങ്ങനെ വിചാരിക്കുന്ന ആളാണ് നമ്മൾ. ഈ രാജ്യത്തിനെതിരെ ആരും ഒന്നും ചെയ്യരുത്. ഇവന് മാത്രം രാജ്യസ്നേഹി, നമ്മളെല്ലാം രാജ്യദ്രോഹികൾ. ഞങ്ങളും രാജ്യസ്നേഹികളാടോ. ഞങ്ങൾ പൂർവികർ സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും തോളോട് ചേർന്ന് നേടിത്തന്ന സ്വാതന്ത്ര്യമാണിത്. ആ മണ്ണിനെതിരെ നമ്മൾ ആരെങ്കിലും തിരിയോ? നമ്മുടെ പൂർവികർ ബ്രിട്ടീഷുകാർക്കെതിരെ പടവരുത്തുമ്പോഴേ നമ്മുടെ RSS സംഘികളെ പണി എന്താണെന്നറിയോ? ബ്രിട്ടീഷരെ ഷൂ നക്കിങ്ങാണ്ട് നടക്കലാണ് പരിപാടിയാണ്. അങ്ങനത്തെ അവരിപ്പോൾ രാജ്യസ്നേഹികളും നമ്മൾ രാജ്യദ്രോഹികളും. എന്തിലെ കാലം പോയ പോക്ക്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ ആ ഗേറ്റിൻ്റെ പുറത്തുകൂടെ നിക്കറിട്ടുകൊണ്ട് RSSൻ്റെ ജാഥ പോണ്. അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിന്, ആ പോണ ആൾക്കാർ ഈ രാജ്യം ഭരിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ആ ഭയപ്പെട്ട കാലാണിത്. അന്നേരം ഇവരെ നാവിൽ നിന്ന് നമ്മൾ ഭീകരവാദികളെന്ന് പറയുന്നതിൽ ഒരു അത്ഭുതമില്ല. ഞാൻ പറയുന്നത് അറിയുന്നവർക്ക് മനസ്സിലാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.